നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ശ്ലോകം: യ ഏഷോക്ഷിണി പുരുഷോ ദൃശ്യത ഏഷ ആത്മേതി ഹോവാചൈത ദമൃതഭവയ മേതദ് ബ്രഹ്മേതി തദ്യദ്യസ്മിൻ സർപ്പിവോദകം വാ സിഞ്ചതി വർത്തമനി ഏവ ഗച്ഛതി. കണ്ണിൽ കാണപ്പെടുന്ന ആ വ്യക്തി, അവൻ ആണ് ആത്മൻ. അവൻ പറഞ്ഞു, അതാണ് മരണമില്ലാത്തത്, ഭയമില്ലാത്തത്, അതാണ് ബ്രഹ്മം. അവൻ വെണ്ണയോ ജലമോ അതിന്മേൽ ഒഴിച്ചാലും അത് ഓരങ്ങളിലേക്ക് പോകുന്നു. ഏതം സംയദ്വാമ ഇത്യാചക്ഷത ഏതത് ബൃഹി സർവാണി വാമാന്യഭിസംയന്തി സർവാണ്യേനം വാമാന്യാഭിസംയന്തി യ ഏവം വേദ. അവൻ ഇതിനെ യോജിപ്പിക്കുന്നവൻ, സൗന്ദര്യം യോജിപ്പിക്കുന്നവൻ, സമ്യദ്യാമ എല്ലാ സുന്ദരമായ വസ്തുക്കളും, അതായത് വാമ ഒരുമിച്ച് അതിൽ ചേരുന്നു. സംയന്തി എന്ന് പറയുന്നു. എല്ലാ സുന്ദരമായ വസ്തുക്കളും ഇതറിയുന്നവനിലേക്ക് ഒരുമിച്ച് ചേരുന്നു. ഏഷ ഉ ഏവ വാമനിരേഷ ഹി സർവാണി വാമാനി നയതി സർവാണി വാമാനി നയതി യശ ഏവം വേദ. ഇത് നന്മ കൊണ്ട് വരുന്നവൻ വാമനി ആണ്. കാരണം അത് എല്ലാ വസ്തുക്കളെയും വാമ ഒരുമിച്ച് ചേർക്കുന്നു. ഇത് അറിയുന്നവൻ എല്ലാ വസ്തുക്കളെയും ഒരുമിച്ച് ചേർക്കുന്നു. ഏഷ ഉ ഏവ ഭാമനീരേഷു ഹി സർവേഷു ലോകേഷു ഭാതി സർവേഷു ലോകേഷു ഭാതി യ ഏവം വേദ. ഇത് വെളിച്ചം കൊണ്ടുവരുന്നവനും, അതായത് ഭാസി ഭാമനി ആണ്. കാരണം അത് എല്ലാ ലോകങ്ങളിലും വെളിച്ചം
നൽകുന്നു. ഇതറിയുന്നവൻ എല്ലാ ലോകങ്ങളിലും തിളങ്ങുന്നു. അഞ്ചാമത്തത്, അഥ യതു ചൈവാസ്മിച്ഛവ്യം കുർവന്തി യതി ച നാർച്ചിഷമേവാമി സംഭവന്ത്യർച്ചിഷോ ഹരന്ന ആപൂര്യമാണപക്ഷമാപൂര്യമാണപക്ഷാദ്യാൻഷു ദങ്കേതി മാസാംസ്താൻ മാസേഭ്യ സംസ്തരം ആദിത്യ ചന്ദ്രമസം ചന്ദ്രമസോ വിദ്യുതം തത്പുരുഷോ മാനവ. എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യുമ്പോൾ ആ മരിച്ചവർ ഒരു നാളത്തിലേക്ക് പോകുന്നു. നാളത്തിൽ നിന്നും ദിവസത്തിലേക്ക്, ദിവസത്തിൽ നിന്നും ചന്ദ്രൻ ക്ഷയിക്കുന്ന അരമാസത്തിലേക്ക്, അരമാസത്തിൽ നിന്നും സൂര്യൻ വടക്കു ഭാഗത്തേക്ക് നീങ്ങുന്ന 6 മാസത്തിലേക്ക്, ആ മാസങ്ങളിൽ നിന്നും വർഷത്തിലേക്ക്, വർഷങ്ങളിൽ നിന്നും സൂര്യനിലേക്ക്, സൂര്യനിൽ നിന്നും ചന്ദ്രനിലേക്ക്, ചന്ദ്രനിൽ നിന്നും ഇടിമിന്നലിലേക്ക്. അപ്പോൾ ഒരു മനുഷ്യൻ അല്ലാത്ത അമാനവൻ, ഒരു വ്യക്തി, ആ പുരുഷൻ ഉണ്ട്. അസ ഏനാൻ ബ്രഹ്മ ഗമത്യേഷ ദേവയേധോ ബ്രഹ്മപദ ഏതേത പ്രതിപദ്യമാന ഇമം മാനവർമാവർത്ത നാവർത്തന്തേ. അദ്ദേഹം അവരെ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് ദേവന്മാരിലേക്കുള്ള, ബ്രഹ്മത്തിലേക്കുള്ള വഴി. അതിലൂടെ യാത്ര ചെയ്യുന്നവർ മനുഷ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, ശരിക്കും ഇതൊക്കെ വളരെ സിമ്പിളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ലളിതം. ബാബുജി മഹാരാജ് പറയാറുണ്ട്, ഒരു സൂചി താഴേന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ വിരലോണ്ട് എടുത്താൽ മതി, അതിനൊരു ക്രെയിൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് പലപ്പോഴും ഈ തരത്തിലെ ക്രെയിൻസ് ഉപയോഗിക്കുന്നു. ഒരുപാട് ഉപമകൾ പറഞ്ഞിട്ട് ശരിക്കുള്ള തത്വം മനസ്സിലാവാതെ നമ്മൾ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആചാരങ്ങളും അതുപോലെ തന്നെ ഓരോ ശ്രമങ്ങളും നടന്നു. കുറെ ആചാരങ്ങളുണ്ട്, പിൽഗ്രിമേജസ് നടത്തുന്നു. കണ്ടെത്തേണ്ട സാധനം എവിടെയാണ്? ഉള്ളിൽ തന്നെയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് പലതും ചെയ്യുന്നു, ശരിക്കുള്ള കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് യഥാർത്ഥ വസ്തുത പറയുമ്പോഴേക്കും നമ്മൾക്ക് ബോറടിക്കാൻ തുടങ്ങും, കൺഫ്യൂഷനാവും, എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവില്ല. ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ യാത്ര, സ്പിരിച്വൽ യാത്രയെ കുറിച്ചിട്ടാണ് ഛാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. എല്ലാം യോജിച്ച് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള എലിമെന്റ്സ് എല്ലാം യോജിച്ചിട്ട്, യഥാർത്ഥത്തിൽ അതെല്ലാം ഒരേ എസൻസ് നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം. സഹജമാർഗത്തില് യാത്ര ചക്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഓരോ ചക്രങ്ങളും യോജിച്ചിട്ട് മെർജറിലെത്തിയിട്ട്, ഐഡന്റിക്കാലിറ്റി എത്തിയിട്ട്, അതിൽ നിന്നാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മളത് ഐഡന്റിക്കാലിറ്റി എത്തിയില്ലെങ്കിൽ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ തന്നെയാണ് ഭൂമി, ഞാൻ തന്നെയാണ് അഗ്നി, ഞാൻ തന്നെയാണ് ആകാശം, ഞാൻ തന്നെയാണ് ചന്ദ്രൻ, ഞാൻ തന്നെയാണ് സൂര്യൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടേതായിട്ട് മാറ്റിയിട്ടുണ്ടാവും. ദാജി പറയും, ഒരു പൈസക്കാരന്റെ കൂടെ ജീവിച്ചിട്ട് സുഖം അനുഭവിച്ചാൽ പോലെ നമുക്കൊരു പൈസക്കാരനാവണ്ടേ. അതുപോലെ തന്നെ ഭഗവാന്റെ കൂടെ ജീവിച്ചിട്ട് ഭഗവാനിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം നേടിയിരുന്നാൽ മതി. എനിക്ക് ഭഗവാനെ പോലെ ആവണം, എനിക്ക് മാസ്റ്റർ പോലെ ആവണം എന്നുള്ള തോട്ട് നമ്മുടെ ഉള്ളിൽ വേണം. അപ്പൊ അങ്ങനെ യോജിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായിട്ട് ഹൃദയമണ്ഡലം കിടക്കുന്നു. അതിനാണ് യഥാർത്ഥ ലിബറേഷൻ എന്ന് പറഞ്ഞത്. ഈ ലിബറേഷൻ ഇല്ല. ഇവിടുന്ന് ആർട്ടിഫിഷ്യലായിട്ട് എവിടെയെങ്കിലും പോയിട്ട് എന്നിട്ട് മനസ്സ് എവിടെ ഉയർത്തി എന്ന് പറയുന്ന ലിബറേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയുള്ള എല്ലാ വസ്തുക്കളായിട്ട് ഞാൻ സ്നേഹത്തിലായോ, ഞാൻ പൂർണ്ണമായിട്ട് മെർജറിലായോ, എനിക്കിനി ഇവിടെ ഒന്നും സെപ്പറേഷൻ ഇല്ലാതെയായി മാറിയിരുന്നു. ഭഗവത്ഗീതയിൽ വിഭൂതി യോഗം എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, അതൊന്നും വായിക്കണം ഈ ഒരു അർത്ഥത്തിൽ. അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയും. ഈ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റൂ. ആത്മന് ബ്രഹ്മൻ എന്നുള്ള തലത്തിലേക്ക് പോകാൻ പറ്റും, അടുത്ത യാത്രയ്ക്ക് പോകാൻ പറ്റും. അപ്പൊ ഇവിടെ ശരിക്ക് റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ടുള്ള അസിമുലേഷൻ ആണ്, യോജിക്കലാണ്. റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ വിട്ടിട്ട് പോലല്ല,
അത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് സ്നേഹത്തിൽ എംബ്രേസ് ചെയ്തിട്ട് അടുത്ത തലത്തിലേക്ക് പോവുക. ഡിഫറൻസ് ഇല്ലാതെ പോവുക. ഒരു ക്ലാസ് മറ്റേ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഈ ക്ലാസ്സിൽ എല്ലാ കാര്യവും ഉൾക്കൊണ്ടു. ഇനി അത് തിരിച്ചു വരുന്നാലും എനിക്ക് പ്രശ്നമില്ല. അത് എന്തൊക്കെയാ പഠിച്ചത് അത് നമുക്ക് അതേപോലെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയായിരിക്കും നമ്മുടെ യാത്ര. അപ്പൊ അങ്ങനെയാകുമ്പോൾ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. തിരിച്ചു വരേണ്ടി വരുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറ്റിയില്ല, എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കും. അതിന്റെ അർത്ഥം ഞാനും അതുമായിട്ട് യോജിച്ചിട്ടില്ല. യോജിക്കാനവരോട് തിരിച്ചു വരണം. ഞാൻ സന്യാസമാണ് നല്ലതെന്ന് വെച്ചാൽ ഗാർഹസ്യ അശ്രമത്തിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നി, അപ്പൊ ഗൃഹസ്ഥനായിട്ട് വരണം. ധർമ്മക്കാരന്റെ ജീവിതം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വന്ന് ധർമ്മക്കാരനാണ്. മദ്യപാനിയുടെ ജീവിതം ഇഷ്ടമല്ല എന്നാൽ മദ്യപാനിയായിട്ട് തിരിച്ചു വേണ്ടി വരും. ഇവിടെ ഒന്നും ഇഷ്ടപ്പെടാനോ വെറുക്കാനോ ഇല്ല, എല്ലാം ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ ഒന്നും അറിയാനായിട്ട് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് നമ്മൾ ശരിക്കും അടുത്ത തലത്തിൽ തിരിച്ചു വരാൻ്റെ ആവശ്യമില്ലാത്തൊരു യാത്ര നമുക്ക് നടത്താൻ സാധിക്കും. തിരിച്ചു വരാം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തിരിച്ചു വരാം. അല്ലാതെ എനിക്ക് എൻ്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നുള്ളത് ആണ് ശാന്തോക്യോപനിഷത്തിലൂടെ പറയുന്നത്. ഇതിനു വേണ്ടി നമ്മൾ സഹായിക്കുന്നതാണ് ഹൃദയത്തിലൂടെ വരുന്ന ഈ സാമൻ പ്രാണാഹുതി. സഹജമാർഗത്തില് ഈ പ്രാണാഹുതിയാണ് നമ്മളെ യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.